കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവല്ലക്കാരുടെ ശബ്ദം എന്ന് പറയുന്നത് മാത്യു ടിയുടെ ശബ്ദമാണ്. വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കൊപ്പം ചേരുന്നു തിരുവല്ലയുടെ MLA മാത്യു ടി തോമസ്. നമസ്കാരം. സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുട്ടിയായി കോന്നിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് എത്തി എന്ന് റെക്കോർഡ്സ് പറയുമ്പോൾ ആക്ച്വലി മുംബൈയിൽ നിന്നാണ് തിരുവല്ലയിലേക്ക് എത്തുന്നത്. അന്ന് സ്കൂളിലെ സഹപാഠികൾക്ക് പുത്തൻ മോനായിട്ടാണ് എല്ലാവരും അങ്ങേ വിളിച്ചിരുന്നത്. ആ പുത്തൻ മോനിൽ നിന്ന് സ്കൂളും കടന്ന് കലാലയ ജീവിതവും കടന്ന് പെട്ടെന്ന് ജനപ്രതിനിധിയായിട്ട് മാറുന്നു. അപ്പോൾ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്കെത്തി, അല്ലെങ്കിൽ തിരുവല്ലയിലേക്കെത്തി, ആ വിദ്യാർത്ഥിയിൽ നിന്നും ഒരു ജനപ്രതിനിധിയിലേക്കുള്ള ആ യാത്ര മാനസികമായി എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നറിയാൻ ആഗ്രഹം. ഈ മറ്റൊരു സ്ഥലം എന്ന് പറയാൻ ബോംബെയിൽ ഞാൻ കേവലം 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, 1 വർഷമേ പഠിച്ചുള്ളൂ അവിടെ. എൻ്റെ പിതാവ് അവിടെ സാന്റാക്രൂസ് മർത്തോമ പള്ളിയിൽ ഇടവക വികാരിയായിരുന്നതുകൊണ്ട് 1-ാം ക്ലാസ് മാത്രമാണ് ഞാൻ, 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സിൻ്റെ ശകലവും. ബാക്കി LKG മുതൽ MSc വരെയുള്ള മുഴുവൻ കാലഘട്ടവും പഠനം തിരുവല്ലയിൽ തന്നെയായിരുന്നു. റെജിന മുണ്ടിയിലാണ് തുടങ്ങിയത്. പിന്നെ SCS കിൻഡർ ഗാർട്ടനിലാണ്. SCS കിൻഡർ ഗാർട്ടൻ ബോംബെയിൽ നിന്ന് വന്ന് SCS കിൻഡർ ഗാർട്ടിൽ ചേർന്നപ്പോഴാണ് ഈ അധ്യയന വർഷത്തിൻ്റെ മധ്യേ വന്ന് ചേർന്നുകൊണ്ടാണ് ഈ പുത്തൻമോൻ എന്നുള്ള പേര്. ആ പേര് പിന്നെ അങ്ങ് പോയി. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ അറിയപ്പെട്ടിരുന്നത് തോമസ് ടി എന്നാണ്. അതുപോലെ ഞാൻ മാത്യു ടി എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങി. ഞാൻ നേരെ ജനപ്രതി ആയിരുന്നില്ലല്ലോ. ഞാൻ കോളേജ് ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിട്ടുണ്ട്. കോളേജിലെ നിരവധിയായ പാഠ്യാനുബന്ധ പദ്ധതികളിൽ ബ്രെയിൻസ് ട്രസ്റ്റ്, SCM, നാഷണൽ സർവീസ് സ്കീം, ഇതിലൊക്കെ സജീവമായി നിന്ന് കോളേജിൽ 2 തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. അങ്ങനെ പടിപടിയായി പിന്നെ സംഘടനാ രംഗത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കോളേജിലെ സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറിയായി, താലൂക്ക് സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ആദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 1987. അന്ന് ആ നിലവിലുണ്ടായിരുന്ന MLA ഒരു PC തോമസ് പൈനമുട്ടി ബേച്ചാന്ന് പറയും. അദ്ദേഹത്തെയാണ് അന്ന് നേരിടേണ്ടി വന്നത്. ചെറിയ കുട്ടികൾക്കാണ് അന്ന് ജയിച്ചത്. 1200 ചില്ലാനും കുട്ടികളാണ്. അന്ന് തോന്നിയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ ചെറുപ്പത്തിൽ ഇത്രയും ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുമ്പോൾ? അല്ല, ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ഞാനാണ്. എൻ്റെ പ്രായത്തിലാരും MLA-മാരായി അതായി റെക്കോർഡ് സഭാരേഖകളില്ല. എനിക്ക് ആദ്യം ഒരു അവിശ്വസനീയമായിരുന്നു. കാരണം ഞാൻ അടിയന്തരാവസ്ഥയോടുള്ള ഒരു വിയോജിപ്പ് കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1977 ഞാൻ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. 1975 തൊട്ട് താല്പര്യമുണ്ടായി. 77 ആദ്യമായി വിദ്യാർത്ഥി ജനത എന്ന സംഘടനയിൽ അംഗമാകുന്നു. അപ്പോൾ ഒരു നല്ല രാഷ്ട്രീയം മാത്രം കാംക്ഷി, ഒരിക്കലും മത്സരിക്കണമെന്നോ MLA ആവണമെന്നൊന്നും ആ കാലഘട്ടത്തിൽ മനസ്സിലില്ല. ഒരു പൗരാവകാശ നിഷേധങ്ങൾക്കെതിരെ, പത്രസ്വാതന്ത്ര്യങ്ങൾ ഹരിക്കുന്നതിനെതിരെ ജനങ്ങളുടെ ഒരു ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മുറവിളിയിൽ അണിചേരുക എന്നത് മാത്രമേ. അപ്പോൾ MLA ഒക്കെ 10 കൊല്ലം കൊണ്ട് ഞാൻ MLA ആയി. MLA ആകുമ്പോൾ ആദ്യമൊക്കെ വലിയ അംഗീകാരമാണ്. ആ പ്രായത്തിൽ MLA ആകുക എന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരമാണ്. പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ ദാരുണമായ മരണം ഉണ്ടാകുന്നു. ആ ഒരു സഹതാപ തരംഗത്തിൽ ജയിച്ച വോട്ടുകൾ പോലെ തന്നെ ചെറിയ വോട്ടുകൾക്ക് തൂക്കുകയും ചെയ്തു. പിന്നീട് 15 വർഷത്തിന് ശേഷമാണ് മത്സരിച്ചത്. 2006 മത്സരിച്ച് തുടർച്ചയായി. എന്തുകൊണ്ടായിരിക്കാം തിരുവല്ലയിലെ ജനങ്ങൾ മാത്യു ടിയെ തിരഞ്ഞെടുത്തതെന്നാണ് മാത്യു ടിക്ക് തോന്നുന്നത്? ജനങ്ങൾക്ക് എൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയോടൊരു താല്പര്യമുണ്ട്. ഒന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാന വോട്ടുകൾ അറിയാതെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന കുറേ ജനാധിപത്യ വിശ്വാസികളുടെ, സമാധാനം കാംക്ഷിക്കുന്ന സത്യാന്വേഷികളായ കുറേ ആളുകളുടെ ഒരു പിന്തുണയോട് കിട്ടുന്നതുകൊണ്ടാണ് ജയിച്ചു വരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ വോട്ട് പ്ലസ് ഈ നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ. നിഷ്പക്ഷമെന്ന് പറയാൻ പറ്റില്ല, നല്ല രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ മത്സരിക്കാത്തപ്പോൾ അവരിവിടെ വോട്ടിയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില ആളുകളുടെ വോട്ടുകൾ കൂടെ. ഈ നമ്മൾ തമ്മിലുള്ള ഒരു വലിയൊരു സാമ്യം എന്ന് പറയുന്നത്, നമ്മൾ രണ്ടുപേരും പുരോഹിതൻ്റെ മകനാണ്, അധ്യാപികയുടെയും മകനാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അച്ഛൻ്റെ മോൻ സിനിമാടനാവുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു. അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഒരച്ഛൻ്റെ മോൻ രാഷ്ട്രീയക്കാരനാവുന്നു. അതും ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിശാചിനെ പോലെ ഒരു പക്ഷേ കണ്ടിരുന്നൊരു
കാലഘട്ടത്തിലുമാണ്. അപ്പോൾ അന്ന് പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അത്ര സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സാഹചര്യം നമുക്ക് ഇല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പൗരാവകാശ നിഷേധങ്ങളും ഉണ്ടായപ്പോൾ തന്നെ പിതാവിനൊരു ജനാധിപത്യ ചേരിയോടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന യുഹാനോൻ തിരുമേനി ആ കാലഘട്ടത്തിൽ എടുത്ത പ്രതികരണം, ഡോക്ടർ എം എൻ തോമസിൻ്റെ നേതൃത്വത്തിൽ ആ കാലഘട്ടങ്ങളിലുണ്ടായ PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയുടെ പ്രവർത്തനം. അപ്പോൾ ആ കാലഘട്ടം മുതൽ പിതാവിന് അപ്പച്ചന് അതിനോടൊരു ആഭിമുഖ്യമുണ്ട്. സജീവ പ്രവർത്തകനൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും. എന്നാലും എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് ഈ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ ഞാൻ വലിയൊരു ഒരു സങ്കീർണമായ പ്രശ്നത്തിന് മുമ്പിൽ വന്നു. ഒരു കുടിയിറക്കിനെതിരെ നടത്തിയ നീക്കം, കോടതി വിധി അനുസരിച്ചാണ് കുടിയിറക്കം നടത്തിയത്. ആമീൻ വന്നാണ് കുടിയിറക്കിയത്. പക്ഷേ ഞങ്ങൾ കോളേജിലെ വിദ്യാർത്ഥികൾ വന്ന് അവർ തിരികെ ഇവിടെ കയറ്റി. അപ്പോൾ പോലീസുകാർ വന്ന് എൻ്റെ പിതാവിനെ ഭീഷണിപ്പെടുത്തി, മോനെ പിടിച്ച് ജയിലിലിടും. അപ്പോൾ തലമുറകളായി ഒരു പുരയിടത്തിന് കാവൽ നിന്നൊരു കുടുംബത്തെ വഴിയിലിറക്കി വിടുന്നത് ശരിയല്ല എന്നവരോട് പറയുകയും ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ അവൻ ജയിലിൽ പോയാൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ എന്ന് അവരോട് പറയുകയും ചെയ്ത ഒരു നിലപാടിൻ്റെ ആളാണ്. നിലപാടുകൾ ആണ് പ്രധാനം. ഇതുപോലത്തെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് അന്ന് വിദ്യാർത്ഥികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുടിയിറക്കിയാൽ കോളേജിലെ കുട്ടികൾ തന്നെ വന്ന് അവിടെ വീട് വെച്ച് കൊടുക്കുക, അവിടെ പുനർനിർമ്മിക്കുക, അങ്ങനെയൊക്കെ ചെല്ലുക. ഈ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം സജീവമായിരുന്ന കാലത്ത് ഒരു ഭാഗത്ത് അക്രമങ്ങളുണ്ടായിരുന്നു, ഇല്ലായിരുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന കോളേജിൽ, മാർത്തോമാ കോളേജ് അടക്കം ചുറ്റുവട്ടത്തുള്ള കോളേജുകളിലൊക്കെ നല്ല ആശയപരമായ സംവാദവും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ നടത്തിയിരുന്നു, അതിലുൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നീതിപൂർവമായ ഘടനകൾക്ക് വേണ്ടിയുള്ള പരിശ്രമം ആ കാലഘട്ടങ്ങളിൽ തന്നെ എനിക്ക് ആരംഭിക്കാൻ കഴിയും. അതിന് വീട്ടിൽ നല്ല പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത്. മത്സരിക്കണം വേണ്ട എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഈ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നതിന് വളരെ അനുകൂലമായ പ്രതികരണമാണ്, പ്രോത്സാഹനമാണ് വീട്ടിൽ നിന്ന് കിട്ടി. ഈ ഞാനൊക്കെ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അച്ഛൻ്റെ മകനായതുകൊണ്ട് നമ്മളെ ഒന്ന് മാറ്റി നിർത്തുമായിരുന്നു കൂട്ടുകാർ, സ്റ്റുഡൻസ്. അച്ഛൻ്റെ മോനാണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ വിളിക്കില്ല, ചില കളികൾ കളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളെ കൂട്ടത്തില്ല. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറാൻ വേണ്ടി എല്ലാ തരികിടകളും കാണിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയും, ടീച്ചർമാരൊക്കെ ചുക്കില്ലാത്ത കഷായം പോലെ ഇവൻ എന്ന് പറഞ്ഞിരുന്ന അത് മിക്കവാറും ഒരു ഭൂരിപക്ഷം അച്ഛന്മാരുടെ മക്കൾക്കും, അച്ഛന്മാരുടെയും ടീച്ചർമാരുടെയും മക്കൾ ഇച്ചിരി പ്രശ്നക്കാരാണ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ട് ഞാൻ സാറിൻ്റെ പാസ്റ്റിലൂടെ ഒന്ന് ചകഞ്ഞു പോയപ്പം ആർക്കും ഒരു കുറ്റം പറയാനില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയുമെന്ന് പറഞ്ഞാൽ, മാത്യു ചെറുപ്പത്തിലെ ഭയങ്കര പക്വതയുള്ള ആളായിരുന്നു, ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ ഇടപെടുന്നില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എങ്ങനെയാണ് അത് ആ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളെന്നും പറയുന്നതൊക്കെ ആപേക്ഷികമാണ്. ചിലരെ ആവശ്യമില്ലാത്തതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ട് തോന്നും. ഇപ്പോൾ കൂടെ പഠിക്കുന്ന ഒരാളെ കോടതി വിധിയിലൂടെ കുടിയിറക്കി, അവിടെ പോയി ഇടപെടേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ലേ. അത് ആവശ്യമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മുടെ മൂല്യബോധമാണ്. അല്ല, ആ മൂല്യബോധത്തിലേക്ക് എത്തുന്നത് പിതാവിൻ്റെ പരിശീലനം നല്ലപോലുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ ചോദ്യം ചെയ്യാൻ യുവന തിരുമേനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഭയങ്കര ഒരു സാഹസികമായ ഇടപെടലല്ലേ. അതിൻ്റെ പേരിലുണ്ടായ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അത് കൃത്യമായി എനിക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ പോയെന്നും അച്യുതമേനോൻ തടഞ്ഞെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. വാസ്തവമാണോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ആരും ചോദ്യം ചെയ്യാത്ത ഇരിക്കുന്ന സമയത്ത് ഒരു ഏകാധിപത്യ ഭരണരീതിയെ ചോദ്യം ചെയ്യാൻ ഒരാൾ തയ്യാറായത്, നമ്മൾ ശരിയെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു നിലപാടെടുക്കുമ്പോൾ ചില സാഹസികമായ ഒരു ഇടപെടലായിട്ടത് മാറും. ആ സാഹസികത ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പൊതുപ്രവർത്തനം കൊണ്ട് അർത്ഥമൊന്നുമില്ല. പിന്നെ അച്ഛന്മാരുടെ മക്കളെല്ലാം കുഴപ്പക്കാരാന്നുള്ള ഒരു പ്രചരണം പണ്ടേ ഉണ്ട്. അത് ഞാൻ പറയും, അലക്സാണ്ടർ മാർത്തോമാ തിരുമേനിയും ക്രിസോസ്റ്റം തിരുമേനിയും അച്ഛന്മാരുടെ മക്കളായിരുന്നു. അതുകൊണ്ട് അതോടെ ആ പറച്ചിൽ അവസാനിച്ചു എന്നാണ് എൻ്റെ ഒരു കേസ്. ഇപ്പോൾ ഇന്നത്തെ ഈ പുതിയ വോട്ടർമാരോട് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളും അന്നത്തെ സാഹചര്യങ്ങളൊന്നും പറഞ്ഞാൽ ഇന്നത്തെ പുതിയ വോട്ടർമാർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു മൊത്തം പിക്ചർ എടുത്ത് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ താരങ്ങളാണ് പലയിടത്തും കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്നത്, സിനിമാ താരങ്ങൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്നതിൽ തെറ്റില്ല. പക്ഷേ ജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മുഖങ്ങളിലേക്ക് സ്ഥാനാർത്ഥിത്വം മാറുന്നു എന്ന് പറയുന്ന ഒരു
ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് നെഗറ്റിവിറ്റി ആണെന്ന് പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരുമുണ്ട്. സാർ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയെ കാണുന്നത്, ഈ സ്ഥാനാർത്ഥിത്വങ്ങൾ? ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ല. എൻ്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയയിലെല്ലാം കമൻറ്റ് ഇട്ടാൽ ഉടനെ സംഘടിച്ച് നിന്ന് ആക്രമിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുക. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞത് പല ഫേസ്ബുക്ക് പേജുകളും കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് മാത്യു ടി തോമസ് എന്ത് പറഞ്ഞാലും അതിനെ നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി കുറേ ആളുകളെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കൂടെയുള്ള പ്രചരണങ്ങളിൽ ഒരു നല്ല ഭാഗം, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, കൃത്രിമത്വത്തിലൂടെ ഉണ്ടാക്കുന്ന പ്രചരണം കൂടി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ 20 കൊല്ലം മുമ്പ്, ഞാനിപ്പോൾ തുടർച്ചയായിട്ട് 20 കൊല്ലം MLA ആയി. ഇപ്പോൾ മത്സരിക്കുന്ന അടുത്ത 5 കൊല്ലത്തേക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. 20 കൊല്ലം മുമ്പ് ഞാൻ മത്സരിക്കുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർക്ക് ഇന്ന് വോട്ടുണ്ട്. അപ്പോൾ അന്നത്തെ യുവതലമുറയുടെ ആസ്പിറേഷൻസ് ആയിരിക്കില്ല ഇന്നത്തെ യുവതലമുറയുടെ ആസ്പിറേഷൻസ്. അപ്പോൾ അതിനിപ്പോൾ പ്രായം കുറഞ്ഞ ഒരാൾ നിന്നാലേ പറ്റുള്ളൂ എന്ന് അർത്ഥമൊന്നുമില്ല. അവരുടെ കൂടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ എന്ന തിരിച്ചറിവ് എനിക്ക് നല്ലപോലുണ്ട്. പ്രധാനമായും നമുക്ക് IT മേഖലയിൽ ഇടപെടാൻ കഴിയണം. നമ്മൾ നേരത്തെ ഒരു പരിശ്രമം നടത്തിയതാണ് ഒരു IT പാർക്കിന് വേണ്ടി, പുള്ളിക്കീഴുള്ള സ്ഥലത്ത് വേണ്ടി. പക്ഷേ അന്ന് ഉണ്ടായ തിരിച്ചടി IT ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ നിലപാട് എയർപോർട്ട് ആക്സസ് ഇല്ലെങ്കിൽ IT പാർക്കുകൾ വിജയിക്കില്ലെന്നാണ്. അത് വേറൊരു സ്ഥലത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് വിജയിച്ചപ്പോൾ മറ്റൊരു സ്ഥലം, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, മറ്റൊരു സ്ഥലത്ത് വിജയിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ എയർപോർട്ട് ആക്സസ് ഇല്ലെന്ന്. ഇപ്പോൾ നമുക്ക് ശബരിമല എയർപോർട്ട് വരിക, അപ്പോൾ എയർപോർട്ട് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് IT പാർക്ക് വിജയിക്കില്ല എന്ന പഴയ തിയറി ഇവിടെ തീരുകയാണ്. എയർപോർട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയണം. അപ്പോൾ മാറുന്ന തലമുറയുടെ അവരുടെ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ ഉൾക്കൊള്ളാൻ മുതിർന്നവർക്ക് കഴിയണം. എനിക്കതിന് കഴിയും. അതിന് മനസ്സ് വിശാലമാണെങ്കിൽ അത് കഴിയും. എന്തൊക്കെ പദ്ധതികളാണ് മനസ്സിലുള്ളത് ഈ അടുത്ത 5 വർഷം? പല രൂപത്തിലുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ സാമൂഹിക ഘടന തന്നെ മാറിക്കൊണ്ടിരിക്കുക. നോളജ് സൊസൈറ്റി ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുകയാണ്. ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന രൂപപ്പെടുക. ആർജിക്കുന്ന അറിവിനെ മുതൽ മുടക്കായി ക്യാപിറ്റലാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളെ, പുതിയ യുവാക്കളെ പ്രേരിപ്പിച്ച് രംഗത്തിറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ജലവിഭവ മന്ത്രിയായിരുന്നപ്പോൾ എനിക്കൊരു അനുഭവമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് കുട്ടികൾ, കൊച്ചു കുട്ടികളാണ്. നമ്മൾ സാധാരണ പറയുന്നത് മീശകളെക്കാത്തത്, മീശയൊക്കെ ഉണ്ട്, അതിന് പറയുന്ന പ്രയോഗമുള്ളവർ പറഞ്ഞു. അവരൊന്ന് പറയുന്നത്, തിരുവനന്തപുരം നഗരത്തിലെ ഇതിൻ്റെ പൈപ്പ് ലൈനിലൊക്കെ ബ്ലോക്ക് ഉണ്ടായാൽ മനുഷ്യനിറങ്ങി ഈ മാലിന്യത്തിൽ ഇറങ്ങി നിന്ന് വേണം പണിയാൻ മാൻഹോളിൽ. ഞങ്ങളൊരു യന്ത്രമനുഷ്യനെ രൂപപ്പെടുത്താൻ പോവാം, സഹായിക്കാമോ വാട്ടർ അതോറിറ്റി? നമുക്ക് അവർക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടി 10-26 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. പക്ഷെ അവർ ബിൽഡപ്പ് ചെയ്തു. അവരെ ഇട്ട പേര് ബാൻഡിക്കൂട്ട് എന്നാണ്. ബാൻഡിക്കൂട്ട് എന്ന് പറഞ്ഞാൽ തുരപ്പനെന്നാണ്. അവരത് ബിൽഡപ്പ് ചെയ്ത് വന്നപ്പോൾ ഉടനെ നമ്മൾ ഒരു റിസ്ക് എടുത്താണ് അന്ന് തുക കൊടുത്തത്. കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നു, 26 ലക്ഷം രൂപ ചോദിച്ചിട്ട് പദ്ധതി നടന്നില്ലെങ്കിൽ മന്ത്രിക്കായിരിക്കും എൻ്റെ കൂട്ട്. ഞാൻ പക്ഷേ കുഞ്ഞുങ്ങളുടെ ഒരു താല്പര്യം കണ്ടപ്പോൾ ഞാനും അന്നത്തെ വാട്ടർ അതോറിറ്റിയുടെ MD ആയിരുന്ന ഷൈന മോളും കൂടെ വലിയ താല്പര്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു. അവരത് ഡെവലപ്പ് ചെയ്തെടുത്തു. ജെൻറോബോട്ടിക്സ് എന്നൊരു കമ്പനിയായി. അവരെ പ്രൈം മിനിസ്റ്റർ അവിടെ വിളിപ്പിച്ചു ഇതറിഞ്ഞുകൊണ്ട്. നമുക്ക് നല്ല മാർക്കറ്റുണ്ട്. അപ്പോൾ അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സർക്കാർ ജോലി ശമ്പളം കിട്ടുന്നതിന് അപ്പുറത്തേക്ക് അവർ പഠിച്ച കാര്യങ്ങൾ നാട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാങ്കേതിക വിദ്യ അവർ ഡെവലപ്പ് ചെയ്യുക. അത്തരത്തിൽ വിജ്ഞാനം മുതൽക്കൂട്ടായി ഒരു മൂലധനമായി മാറുന്ന പുതിയ ആശയങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ യുവാക്കളെ പ്രേരിപ്പിക്കാൻ കഴിയണം. നിരവധിയായ സ്റ്റാർട്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞത് എൻ്റെ കൈകളിൽ കൂടി പോയ ഒരു പദ്ധതി ആയതുകൊണ്ട് അവർക്ക് നല്ല ആസ്തിയായി, നല്ല വരുമാനമായി, വളർച്ചയായി. അപ്പോൾ അവരുടെ ആസ്തി വർധനവ് മാത്രമല്ല, സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന അനുഭവം. മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? കാരണം KSRTC ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് KSRTC ബസ് സ്റ്റാൻഡുകൾ സമുച്ചയങ്ങളാക്കി മാറ്റുക വഴി ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ AC ബസ്സുകൾ, ലോ ഫ്ലോർ ബസ്സുകൾ എനിക്ക് തോന്നുന്നു സാറിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതുപോലെ ജലവിഭവ മന്ത്രിയായിരുന്ന സമയത്തും ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി നമ്മുടെ പൊതുജനത്തിന് എത്രമാത്രം അറിവുണ്ട്? എത്ര പേര് ഇത്
അത് സ്വയം പബ്ലിസിറ്റി കൊടുക്കാത്തതിൻ്റെ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ അത് പാടില്ല. ഇതെല്ലാം ഈ പുരോഹിതൻ്റെ മകനായതുകൊണ്ടാണ് ഇടത് കൈ ചെയ്യുന്നു വലത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ ജോലി ചെയ്തു പോകുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ്. നമ്മൾ ഇടത് കൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ നമ്മുടെ വീട്ടിലെ പണമല്ലല്ലോ ചിലവാക്കുന്നത്. നമ്മൾ ഇക്കാര്യത്തിൽ ഒരു നേതൃപരമായ ഇടപെടൽ നടത്തുന്നു പറഞ്ഞാലും അതിൻ്റെ വിഭവങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് പ്രചരിപ്പിക്കുന്നതിൽ ഞാൻ ഇച്ചിരി പുറകോട്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ആ ഒരു ആക്ഷേപം ഞാൻ ഉൾക്കൊള്ളുന്നു, വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ എനിക്ക് ആദ്യം KSRTCയിൽ ഈ ബസ്സുകൾ വാങ്ങുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഓപ്പൺ ടെൻഡർ കൊണ്ടുവരുന്നത് ഞാൻ. അത് മാധ്യമങ്ങൾ നന്നായിട്ട് ഏറ്റുപിടിച്ചു. കാരണം അപ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടായത്. ഈ 10 ബസ്സിന് ഒരു ബസ് എന്നൊക്കെയാണ് കേട്ടിരുന്നത്. എങ്ങനെയാണ് എൻ്റെ കണക്കൊന്നും എനിക്കറിഞ്ഞുകൂടാ. 2 ബസ്സിന് ഒരു ബസ് എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അത് KSRTCക്ക് കിട്ടി. എന്നിട്ടും ബസ് കമ്പനികൾ പറയുന്നത് ഇതായിരുന്നു ലാഭമെന്ന്. ഈ വില കുറച്ച് വാങ്ങിയതാണ് അവർക്ക് ലാഭമെന്ന്. പലയിടത്തും പോകേണ്ട പണം മൊത്തമായിട്ട് അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. അതിന് നല്ല പ്രചരണം കിട്ടി. അത് നമ്മൾ കൊടുത്ത പ്രചരണമല്ല. അപ്പോൾ ഞാൻ ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ ഒരു വലിയ സമരം നടന്നു. 2-3 പ്രാവശ്യം നടന്നു. ഈ സ്പീഡ് ഗവർണർ പിടിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധി പറഞ്ഞപ്പം വാഹനങ്ങൾ, ടാങ്കറുകൾ, നമ്മുടെ ഫ്യൂവൽ ടാങ്കറുകൾ അടക്കം ലോറികൾ, ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളെല്ലാം സമരം ചെയ്തു. ജനജീവിതം സ്തംഭിക്കുന്ന ഒരവസ്ഥ എടുത്തെത്തി. വിമാനത്താവളങ്ങളിൽ ഫ്യൂവലില്ല, ഏവിയേഷൻ ഫ്യൂവലില്ല. നമ്മുടെ പെട്രോൾ പമ്പുകളിലൊന്നും പെട്രോളില്ല, ഡീസലില്ല, വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ അന്ന് രാത്രി നമ്മൾ ചെയ്ത് ഒരു ദിവസം രാത്രി കുത്തിയിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചുണർത്തി തിരുവനന്തപുരത്ത് പാർക്ക് ചെയ്തിരുന്ന ടാങ്കറുകളെല്ലാം പിടിച്ചെടുത്ത് ഓടിച്ച് ഇത് കൊടുത്തു. അതും അന്ന് പ്രചരണം കിട്ടി. മനുഷ്യനത് കഴിയുമ്പോൾ മറക്കും. അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ പിന്നെയും പ്രചരണം തുടങ്ങിക്കോളും. നമ്മളിങ്ങനെ മനഃപൂർവ്വമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ വലിയ അധ്വാനം നടത്തിയിട്ടില്ല. ചില കാര്യങ്ങൾക്ക് പ്രചരണം കിട്ടി. ഇപ്പോൾ 2017 വലിയ വരൾച്ചയുണ്ടായി. തിരുവനന്തപുരത്ത് വെള്ളമില്ല, ഡാം ഉണങ്ങി. അപ്പോഴാണ് നെയ്യാർ ഡാമിൽ വെള്ളമുണ്ട്. പക്ഷേ നെയ്യാർ ഡാമിലെ വെള്ളം അരുവിക്കര കൊണ്ടുവരാൻ മാർഗ്ഗമില്ല. പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട്, അതും ഈ റിസ്ക്കാണ്. 5-6 കോടി രൂപയുടെ പദ്ധതി 3 ദിവസം കൊണ്ട് നടപ്പിലാക്കണം. ഒരു സാങ്ഷനും ഇല്ല, ടെൻഡർ വിളിക്കാൻ കഴിയില്ല. അന്ന് മുൻ മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ വിവരം പറഞ്ഞു, നിങ്ങളാണ് ചെയ്തു, ഞങ്ങളാരും ഒരു ആക്ഷേപം പറയത്തില്ലെന്ന്. ടെൻഡറൊന്നും വിളിക്കാതെ 2 ദിവസം കൊണ്ട് നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം അരുവിക്കര എത്തിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം പൂട്ടാതിരുന്നൊരവസ്ഥ വിശേഷം. അന്നും ആ ദിവസങ്ങൾ മാധ്യമങ്ങൾ വലിയ പ്രചരണം കൊടുത്തു. ആ പ്രചരണമൊക്കെ ആ ദിവസം കൊണ്ടങ്ങ് തീരും. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, ബാക്കി റോഡുകൾ നന്നാവുന്നുണ്ടല്ലോ. ബാക്കി റോഡുകൾ നന്നാവുമ്പോൾ ഈ റോഡ് നന്നാകാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ സേവകരാണ്, യജമാനന്മാരല്ല എന്ന് പറയും. അപ്പോൾ ആ ജനങ്ങൾ ഒരു ശുപാർശയുമായി അങ്ങയുടെ അടുത്ത് വന്നാൽ, ഒരു കാര്യസാധ്യത്തിന് ഒരു ലെറ്ററിന് വേണ്ടി വന്നാൽ, കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്നില്ല, വീട്ടിലെ ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നില്ല. സാധാരണ ഒരു MLA എന്ന് പറയുന്നത്